ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇന്ന് LED ബൾബ് എങ്ങനെ റിപ്പയർ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചാണ്. നമ്മുടെ വീട്ടിലൊരു അവശ്യ വസ്തുവാണ് LED ബൾബ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ബൾബുകൾ ധാരാളം യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ ഇപ്പോൾ എല്ലാം നമുക്ക് LED ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിലൊരു LED ബൾബ് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. സിമ്പിളായിട്ടാണ് നമ്മളിത് പറയുന്നത്. ഇപ്പോൾ ഇതിന് ഇലക്ട്രോണിക്സ് പഠിക്കണമെന്നോ ഇലക്ട്രീഷ്യൻ ആണെന്നോ ഇലക്ട്രിക്കലായിട്ട് നോളജ് വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇപ്പം ഇതൊരു LED ബൾബ്, ഒരു വർക്ക് ചെയ്യാത്തൊരു LED ബൾബാണ്. ഞാനൊരു ഹോൾഡർ ഇട്ട് നോക്കി, അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്കിതിനെ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ ക്യാപ്പ് ആണ് ഫസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. അത് നമ്മളിവിടെ പ്രസ് ചെയ്താൽ മാത്രം മതി. ഇത് നമുക്ക് ഉരിയെടുത്തതിന് ശേഷം ഇവിടെയാണ് എൻ്റെ LEDയുടെ സർക്യൂട്ട്സ് ഇതിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 2 കണക്ഷൻസാണ് ഇതിനകത്ത് വരുന്നത്. AC ലൈനാണ് വരുന്നത് ഡയറക്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് സോൾഡർ ചെയ്യുമ്പോഴത്തേക്ക് അങ്ങോട്ടും മാറിപ്പോയെന്ന് പറഞ്ഞത് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ കംപ്ലൈൻ്റ് ആയ ബോർഡിനെ നമുക്ക് മാറ്റിയിട്ട് പുതിയൊരു ബോർഡ് റീപ്ലേസ് ചെയ്യാം. ഇത് വലിയ താമസമൊന്നുമില്ല. ഏകദേശം ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ കൊണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അതേ കണക്ക് തന്നെ ചിലവും അതേ കണക്ക് കുറവുമായിരിക്കും. അപ്പോൾ ഞാനിത് സോൾഡറിങ്ങിന് എടുക്കുകയാണ്. എൻ്റെ 2 ലൈൻസ് AC ലൈൻസിനെ ഞാൻ അതിൻ്റെ അകത്ത് നിന്ന് റിമൂവ് ചെയ്യുകയാണ്. AC ലൈൻസ് 2 ഞാൻ റിമൂവ് ചെയ്തു. അതിനുശേഷം അതിനെ അവിടെ ഒരു സ്ക്രൂ ഇട്ട് ആ ബോർഡിനെ അതിനോടത്തിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കതും കൂടെ ഒന്ന് ഊരി മാറ്റണം. അപ്പോൾ ഞാൻ സ്ക്രൂവിനെ ഊരി മാറ്റി. സ്ക്രൂ ഒക്കെ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കുക, വസ്തുവായിട്ട് എവിടെയെങ്കിലും ഒന്ന് മാറ്റി വെക്കുക. പിന്നെ അവസാനം ഇടാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് അത് കാണാതിരിക്കരുത്. അപ്പോൾ അതിനെ ഞാൻ ഡോബിനെ ഞാൻ ഊരി മാറ്റി. ഇതിനെ നമ്മൾ LED ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ DOB എന്നാണ് പറയുന്നത്, ഡോബ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ DOBയെ മാറ്റി വെക്കുകയാണ്. ഇത് കംപ്ലൈൻ്റ് ആയ ഒരു DOB ആണെന്ന് മാറ്റി വെച്ചു. ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള പുതിയൊരു DOB എടുത്തു. ഇത് 9 വാട്ട്സ് ആയിട്ടുള്ള DOB, വൈറ്റ് കളറാണ്. അപ്പോൾ ഇതിനെ ഞാൻ അതിനകത്തോട്ട് ഞാൻ ഇടുകയാണ്. അപ്പം ഫസ്റ്റ് AC ലൈനിൽ ഞാൻ സെൻട്രൽ ലൈനിൽ കൂടെ 2 ലൈനും പുറത്തേക്ക് എടുത്തതിന് ശേഷം അതിനകത്ത് സ്ക്രൂ ഇടാനായിട്ട് 2 ഹോൾസ് ഉണ്ട്. അപ്പോൾ ആ 2 ഹോൾസിനെ ഞാനത് കറക്റ്റ് ചെയ്തു. ആ ഹോളിൻ്റെ അവിടെയോട്ട് കൊണ്ടുവച്ചിട്ട് നമുക്ക് സ്ക്രൂ ഇടാം. സ്ക്രൂ ഞാൻ ഇട്ടു. ഇനി നമുക്കൊരു സ്ക്രൂ കൂടെ നമുക്കിടാം. ഇപ്പം നമുക്ക് ഇത് കാണിച്ചു തരുന്ന എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ വേറെ സ്ക്രൂ ഒന്നും ഇടാത്തത്. അപ്പം ഞാനതിനെ ഇട്ടതിന് ശേഷം ഇതിനകത്ത് 2 പോയിൻ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ AC ലൈനിൻ്റെ 2 പോയിൻറ്റ്സുകളിവിടെ കാണിച്ചിട്ടുണ്ട്, LN. അപ്പോൾ ഇതിനകത്തോട്ടാണ് നമ്മൾ ഈ 2 ലൈൻസ് നമ്മളിത് കൊടുക്കുന്നത്. അവിടെ സോൾഡർ ചെയ്ത് കൊടുത്താൽ മതി. ആ 2 പോയിൻറ്റിലോട്ട് സോൾഡർ ചെയ്യാൻ എടുക്കുക. ഫസ്റ്റ് ലൈൻ ഞാൻ അതിനെ സോൾഡർ ചെയ്തു. ഫസ്റ്റ് ലൈൻ സോൾഡർ ചെയ്ത് കൊടുത്തു. രണ്ടാമത്തെ ലൈൻ എടുത്തു. രണ്ടാമത്തെ ലൈൻ ഞാൻ സോൾഡർ ചെയ്യുകയാണ്. ഓക്കെ, രണ്ടാമത്തെ ലൈൻ ഞാൻ സോൾഡർ ചെയ്ത് കൊടുത്തു. അതിനകത്തുള്ള കണക്ഷൻസ് എല്ലാം ആയിട്ടുണ്ട്. നമ്മുടെ സ്ക്രൂവിനെ മാത്രം നമ്മൾ നല്ല രീതിയിൽ നിന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഒരു സ്ക്രൂ കൂടി ഇടുമ്പോഴത്തേക്ക് ഇത് പെർഫെക്റ്റായിട്ടിരിക്കും. അപ്പോൾ നമ്മളിത് ഇട്ടതിന് ശേഷം ഇതിനെ ചെക്ക് ചെയ്ത് നോക്കുക. ഹോൾഡർ ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്ന് നോക്കാം. ഓക്കെ, ബൾബ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് സിമ്പിളായിട്ടൊരു 5 മിനിറ്റ്സ് കൊണ്ടാണ് നമ്മളിത് ചെയ്തത്. വലിയ സമയമൊന്നും എടുത്തില്ല. അപ്പോൾ ഇതിനകത്ത് ബാക്കി ഒരു ചെറിയ കുറച്ച് കാര്യങ്ങളും ഉണ്ട്. ഇപ്പം നമ്മളിതിനകത്ത് ഹീറ്റ് സിങ് നമ്മൾ സ്ക്രൂ ഇതിനെ ഇട്ടതിന് ശേഷം സ്ക്രൂ ഇടുന്നതിന് മുമ്പേ തന്നെ
ഇതിനകത്തോട്ട് ഒരു അലൂമിനിയം പീസാണ് വെച്ചിരിക്കുന്നത്, ഹീറ്റ് സിങ്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഡോമിൻ്റെ ബാക്കിലും ഹീറ്റ് സിങ്ക് ആണ് വരുന്നത്, അലൂമിനിയമാണ് വരുന്നത്. അപ്പോൾ ഇത് വെച്ചിരിക്കുന്നത്, ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ലോണമെങ്കിൽ ഹീറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഹീറ്റ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ അലൂമിനിയം പീസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ സ്ക്രൂ ചെയ്യുന്ന സമയത്ത് നല്ല കണക്ക് ടൈറ്റ് ചെയ്ത് നല്ല ഫിറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഇതിനകത്ത് ചൂട് ഇച്ചിരി നല്ല രീതിയിൽ തന്നെ പിടിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഡോബ് നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹീറ്റ് സിങ്ക് കോമ്പോണൻ്റ് ഉണ്ട്. ഹീറ്റ് സിങ്ക് കോമ്പോണൻ്റ് ഒരു പേസ്റ്റാണ്, വൈറ്റ് പേസ്റ്റാണ്. അപ്പോൾ നമ്മളത് ഫസ്റ്റ് നമ്മൾ ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഹീറ്റ് സിങ്ക് പേസ്റ്റിന് അപ്ലൈ ചെയ്യുക. അതിന് ശേഷം ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ അലൂമിനിയം രണ്ടും നല്ല രീതിയിൽ കോണ്ടാക്റ്റ് ആവും, ഹീറ്റ് പെട്ടെന്ന് ഈ അലൂമിനിയം തേട് വലിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഡോബിന് ലൈഫ് കൂടുതൽ കിട്ടും. അതിന് വേണ്ടിയാണ് നമ്മൾ ഹീറ്റ് സിങ്ക് കോമ്പോണൻ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ യൂസ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ 9 വാട്ട്സ് ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് തന്നെ 9 വാട്ട്സ് അല്ലാതെ നമുക്കിതിനകത്ത് തന്നെ 12 വാട്ട്സ് കിട്ടും. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ തിരിച്ചറിയാൻ പറ്റും. ഇതിനകത്ത് LED എണ്ണം കൂടുതലാണ്. ഇപ്പോൾ ഇത് 12 വാട്ട്സ് ആണ്. ഇതെല്ലാം ഡയറക്റ്റ് AC 230 വോൾട്ടിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. ഇത് നോക്കുക, ഇത് 18 വാട്ട്സ് ആണ്. ഇതിനകത്ത് LED കൂടുതലുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ക്രിസ്മസ് അങ്ങനെ എന്തെങ്കിലും ഫങ്ഷൻസ് വരുന്ന സമയത്ത് നമുക്ക് ഇതിനെ കളേഴ്സ് ആക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ വൈറ്റ് ബൾബാണെങ്കിൽ അതിന് കളേഴ്സ് ആക്കണമെന്നുണ്ടെങ്കിലും അതിനുള്ള DOB നമുക്ക് കിട്ടും. ഇത് അതിൻ്റെ ഗ്രീനാണ്. ഇപ്പോൾ ഈ DOB ഒരെണ്ണം എടുത്തിടുകയാണെന്നുണ്ടെങ്കിൽ ഈ ബൾബ് ഗ്രീനായിട്ട് മാറും. ഇത് അതിൻ്റെ റെഡാണ്. ഇതിട്ട് കഴിഞ്ഞാൽ റെഡാവും. ഇത് പിങ്കാണ്. ഇത് പിങ്ക് കളറിൽ വർക്ക് ചെയ്യും. ഇത് ബ്ലൂ കളറാണ്. ഇത് വാം വൈറ്റ് ആണ്. പിന്നെ ഇതൊക്കെ വൈറ്റ് കളേഴ്സാണ്. ഇതെന്ന് പറഞ്ഞാൽ 12 വോൾട്ട് DC വർക്ക് ചെയ്യുന്നതാണ് ആ ബൾബ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇതിനകത്ത് ഇട്ട് കാണിക്കുന്നില്ല, ഞാനത് ജസ്റ്റ് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്കത് ഏതൊക്കെ കളറിൽ ഇത് വർക്ക് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാനായിട്ട് എളുപ്പമുള്ളൊരു സാധനം നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യുന്നവരുടെ കയ്യിൽ ഇത് കാണത്തില്ല. നിങ്ങളൊന്നും ഇത് മേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇത് ബാക്ക് ലൈറ്റ് ടെസ്റ്റർ എന്നാണ് പറയുന്നത്. അതായത് LED TV ഒക്കെ സർവീസ് ചെയ്യുന്നവർ. ഇപ്പോൾ തൊട്ടടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് സ്ട്രിപ്പുകൾ വരുമ്പോൾ ഇത് LED TVയുടെ ബാക്ക് ലൈറ്റാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ ബാക്ക് ലൈറ്റ് ടെസ്റ്റർ വെച്ചാണ്. അപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇത് വെച്ച് നിങ്ങൾക്ക് ഞാൻ ചെക്ക് ചെയ്തൊന്ന് കാണിച്ചു തരാം. ഞാൻ സപ്ലൈ കൊടുത്തതിന് ശേഷം ഓരോന്നായിട്ട് ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പം ഫസ്റ്റ് ഒരെണ്ണം ഞാൻ പിങ്ക് ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചു തരികയാണ്. ഇത്രയും ടൈം വെയിറ്റ് ചെയ്യുന്നത് കറക്റ്റ് വോൾട്ടേജ് ഇതിനകത്ത് വന്നതിന് ശേഷം മാത്രമേ ചെക്ക് ചെയ്യാവൂ. അതുകൊണ്ടാണ്. ഇതിപ്പോൾ പിങ്കാണ്. പിങ്ക് കളറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് വന്നിട്ട് വാം വൈറ്റ് ആണ്. ഇത് വന്നിട്ട് ബ്ലൂ ആണ്. ഇത് ഗ്രീനാണ്. ഇത് റെഡാണ്. പിങ്ക് ഞാൻ കാണിച്ചു. ഇത് 18 വാട്ട്സ് എന്ന് ഞാൻ പറഞ്ഞു. 18 വാട്ട്സ് വൈറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് വലിയ ബൾബ് ഇരിപ്പുണ്ട്. ഇത് ഇൻവെർട്ടർ ബൾബിൻ്റെ ബോർഡാണ്. അതായത് AC-ലും DC-ലും വർക്ക് ചെയ്യുന്നത്. കറണ്ട് ഇല്ലാത്ത സമയത്ത് ഇൻവെർട്ടറായിട്ട് യൂസ് ചെയ്യുന്ന ബോർഡുകൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചുള്ള ക്ലാസ്സിൽ നമുക്ക് കൂടി വിശദമായിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് നോക്കാം. പിന്നെ LED-യിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ ഒരു ബൾബ് എടുക്കുമ്പോഴത്തേക്ക് ഇപ്പം നമ്മളെടുത്തൊരു ബൾബിനകത്ത് ഡ്രൈവർ, അതായത് ഇങ്ങനെ ഒരു ബോർഡ് ഇതിനകത്തില്ല. ചില LED ബൾബുകൾ എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഇങ്ങനെ ഒരു ബോർഡ് കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. നമ്മുടെ ഇരിക്കുന്ന DOB എല്ലാം ഡയറക്റ്റ് AC കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ബോർഡ് കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഡയറക്റ്റ് AC ലൈൻ ഇത് മാറ്റിയതിന് ശേഷം ഡയറക്റ്റ് AC ലൈൻ അതിൽ കൊണ്ടുവന്ന് കൊടുത്താൽ മാത്രം മതി, വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തത് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. Okay, thank you.